ഒന്നിങ്ങോട്ട് വന്നേ. ഈ അമ്മയ്ക്ക് വിളിക്കാൻ കണ്ടൊരു നേരം. തുമ്പി തുമ്പി വാവ തുമ്പത്തണ. ആ ഗ്യാസ് ഒന്ന് കണക്ട് ചെയ്ത് നേരെ കണക്ട് ചെയ്യണേ. ചേട്ടാ ചേട്ടാ, എന്റെ ആപ്പിൾ എന്തിയെ? ആപ്പിളോ? ഇതെന്റെ ആപ്പിളാ. അത് മനസ്സിലായി. എന്റെ മുറിയിൽ വെച്ചിരുന്ന ആപ്പിൾ എന്തിയാ ചോദിച്ചത്? ഞാനും കണ്ടില്ല. നീ അല്ലാതെ വേറെ ആരും എടുക്കത്തില്ല. എവിടെ? എന്താണ് ഒരു ബഹളം? നേരെ നോക്കി ഇവന്മാര് തമ്മിൽ കീരിയും പാമ്പുവാ. എന്റെ ആപ്പിൾ കാണുന്നില്ല. നിന്റെ ആപ്പിളോ? ഓഹോ, ഫ്രിഡ്ജിലിരുന്ന അച്ഛന്റെ ആപ്പിൾ ഇപ്പൊ മക്കളാണോ തിന്നുന്നത്? അച്ഛന്റെ ആപ്പിൾ അച്ഛൻ തന്നെ തിന്നു കാണും. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച ആപ്പിളാ. അതാ ചേട്ടൻ എടുത്തത്. സത്യമായിട്ട് ഞാൻ എടുത്തില്ല അച്ഛാ. എന്റെ രണ്ട് ആപ്പിളുള്ളപ്പോ നിന്റെ ആപ്പിൾ എനിക്ക്. പിന്നെ എവന്റെ ആപ്പിൾ എവിടാ? അതാര്? ഇപ്പോഴെനിക്ക് മനസ്സിലായി ഒറിജിനൽ ആപ്പിൾ ആരാണ് എടുത്തതെന്ന്. കാണിച്ചു തരാം. ബാബാ ഓമിന് കുട്ടുമ്പിള്ള അണ്ണാ, എന്റെ അണ്ണ അണ്ണ ഇല്ലാതെ. അയ്യോ, എന്താ ഇത്? ആപ്പിളിൽ വിഷോ? ആപ്പിളിൽ വിഷമല്ല, മദ്യം. അതെ, അച്ഛൻ കുത്തിവെച്ച മദ്യം. ഇത്ര നാളിന് പറ്റിച്ചല്ലേ? ആ പിഞ്ഞാണത്തിലെ വെള്ളത്തിലുണ്ടാ ഒരു ഉളുമ്പുനാറ്റം. ഏത് പിഞ്ഞാണത്തിലെ വെള്ളത്തിന്? ആ കുളിപ്പരയെ വെച്ചേക്കുന്ന മുട്ടൻ പിഞ്ഞാണത്തിലെ മോന്ത കഴിയപ്പോ ഭയങ്കര ഉളുമ്പുനാറ്റം. അതുകൊണ്ട് ഞങ്ങാ കുടിച്ചില്ല. നിങ്ങൾ എവിടുന്ന വെള്ളം എടുത്തെന്ന് പറ. വാ, കാണിച്ചു തരാം. അതീന്ന് എന്റെ ഈശോയെ. സന്തോഷേ, സതീഷേ, ഈ വാ മക്കളെ. കുറെ ദിവസമായി ശ്രദ്ധിക്കുന്നു. ഒരു പെണ്ണിനെ കണ്ടാൽ ആരും നോക്കിപ്പോകും. പക്ഷെ അതിനല്ല ഞാൻ തല്ലിയത്. ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്ത്. എന്നിട്ട് ആരെങ്കിലും ഒരാൾ അവളെ നോക്ക്. എന്നാലേ വീഴൂ. കേട്ടോടാ മക്കളെ? കൊള്ളാം, നല്ല തന്ത. മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം കൊള്ളാം. ഇപ്പൊ മതിയാകാം. ഇല്ല, അവള് നോക്കിയതില്ല ചേട്ടാ. ഒന്ന് പോടാ. ഇവളവിടെ എന്ത് ചെയ്യാ? ചെറിയാച്ചൻ ഇറങ്ങുമ്പോ താരെ ഒരുങ്ങിയിട്ടില്ലായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ എത്താന്ന് പറഞ്ഞ് പോയതല്ലേ? എന്നാൽ അമ്പലം വഴി പോട്ടെ, വഴിന്ന് കയറ്റാം. എന്താ അതാ നല്ലത്. ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ട. ഇന്ന് 2 കളിയുള്ളതാ. അതെ, ഇന്ന് ഡബിളാ. ചോദിച്ചു എന്താ കാര്യം? ഇന്നത്തെ 2 നാടകം നടക്കത്തില്ല. താഴെ മുങ്ങി. പവനക്കുട്ടമ്പളത്താന്റെ മൂത്ത മോനുമായിട്ടുള്ള ഒളിച്ചോടി. പ്രിയപ്പെട്ട അച്ഛ, എന്റെ മിമിക്രി കേട്ട് ചിരിച്ചിരിച്ച് താര എന്നെ സ്നേഹിച്ചു. ഞാൻ അങ്ങോട്ടും സ്നേഹിച്ചു. ഞങ്ങൾ പോവുകയാണ്. അച്ഛനും അമ്മയും ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന സ്വന്തം മകൻ സതീഷ്. അമ്മ വലിച്ചറിയില്ലേ? പൊട്ടുന്ന സാധനങ്ങൾ കാണും. കേറ്റവാട് കിട്ടിയ നടിയാ അവര്. കൊണ്ടുപോട്. എന്നിട്ട് പറ, നാടകക്കാരെ ഒരുത്തരെ എന്നെ കൺമുമ്പിൽ കണ്ടുപോരുതെന്ന്. എന്നാ അച്ഛന്റെ തുണിയും കൂടി എടുത്തോ. നാണോ മാനം ഉള്ളവർക്കല്ലേ തുണി. അത് പോയില്ലേ? ചേട്ടൻ നാടകക്കാരുടെ കൂടെ പോയതിന് അച്ഛന്റെ നാടകം എങ്ങനെയാ പോകുന്നത്? ചേട്ടന്റെ നാടകം പോയി കാണും. പോയിട്ട് 3 ദിവസം കഴിഞ്ഞില്ലേ? പോണുണ്ടോ എന്റെ മുമ്പിന്ന്? അവന്റെ പേര് ഇവിടെ ശബ്ദിച്ചു പോരുത്. എത്ര ദിവസം എന്ന് കരുതി ഇവിടെ ഇങ്ങനെ കഴിയുന്നത്? സാറ് വീട്ടിലോട്ടില്ലേ? പരിമളനത് പറയാം. കയ്യോ കാലോ വളരുന്നോന്ന് നോക്കി വളർത്തിയ മോനാ വഴിയാധാരമായത്.
സുമിത്രയോട് ഞാൻ എന്ത് സമാധാനം പറയും? മക്കളുടെ രണ്ടിന്റെയും സ്വഭാവം ശരിക്കും അറിയാവുന്ന സ്ഥിതിക്ക് താരയെ കൊണ്ടുവന്ന് എതിരെയുള്ള വീട്ടിൽ താമസിപ്പിച്ച് തീരെ ശരിയായില്ല. കണ്ണും കൈയും കാണിച്ച് ആമ്പിളരെ വീഴ്ത്താനേ ബഹു പിടിക്കുക അവള് അല്ലേ? അവള് കണ്ണ് കാണിച്ചു എന്ന് വെച്ച് സതീശൻ ഇറങ്ങി പോണോ? ഞാൻ പ്രൊഫഷണൽ നാടകരംഗത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 15 കഴിഞ്ഞു. ഇതിനിടയിൽ എത്രയോ സുന്ദരികളായ ചെറുപ്പക്കാരികൾ എന്നെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ സ്വയം നിയന്ത്രിച്ചു നിന്നില്ലേ? നിനക്കതിനുള്ള ത്രാണിയുണ്ട്. പണ്ടേ നാടകക്കാരെ കുറിച്ച് ചീത്തപ്പേരാ. താര കാണിച്ചത് ബുദ്ധിമോശായിപ്പോയി. ഓമന ചേച്ചി എന്താ ഒരു അഭിപ്രായം പറയാതെ ഇങ്ങനെ കുന്തം വിഴുങ്ങിയത് പോലെ നിൽക്കുന്നേ? ആ അഭിപ്രായം പറയാൻ ചേച്ചിയുടെ പല്ല് അവിടെ ആയി പോയില്ലേ? ആ പല്ലുതാ വന്നല്ലോ. നിന്റെ അമ്മ അടങ്ങിയോടാ? ഇല്ല, അച്ഛൻ അടുത്ത കാലത്തൊന്നും വീട്ടിലോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അത് മാത്രം ആ പെണ്ണിന്റെ തള്ളയെ ഇപ്പോഴും സൂസൻ ആന്റിയുടെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുക. ഇനിയെങ്കിലും സത്യം പറഞ്ഞല്ലേ, അവൾ അവനെ കൊണ്ട് എങ്ങോട്ടാ ഒളിച്ചോടിയത്? കടാലിന്റെ കീഴെ പാതാളത്തിൽ ഒരു കൊട്ടാരമുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങോട്ടാ കൊണ്ടുപോയേക്കണേ. ഇവർക്കറിയാം, പറയാത്തതാ. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. പോലീസിൽ കയറാൻ പോണത് ആരാണെന്ന് നമുക്ക് കാണാലോ. ഞങ്ങളുടെ മകളെ തട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വഴി തരാൻ വരണോ? അറിയെങ്കിൽ പറവല്ലേ മിച്ചി, നമുക്ക് അവരെ കണ്ടുപിടിച്ച് 4 ആളുടെ മുന്നിൽ വെച്ച് കെട്ടിച്ചു കൊടുക്കാം. ഇത് നല്ല കൂത്ത്. ഇനി എന്തോരു കല്യാണോ? നടക്കാണ്ട തറങ്ങാ നടത്തി കാണും. നമ്മൾ വിചാരിക്കുന്ന പോലല്ല ഇവര്. ഈ തള്ള ഇവിടെ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞു വിടുന്ന നല്ലത്. അത് ശരിയാ. പറഞ്ഞു വിട്ടാലൊക്കെ ഉണ്ടാ മകളെ കുഴപ്പം. പെണ്ണില്ലാണ്ട് തുറയിലോട്ട് ചെന്നാലെ കൊണ്ട് തടിമെടുക്കുള്ള ആണുങ്ങ തൊഴയും കൊണ്ട് ഇങ്ങോട്ട് വരും. ഇന്നത്തെ ചാകര അറിയാലോ. ഭീഷണിപ്പെടുത്താണോ? എന്നാൽ അവിടെ കട വാ. സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനി നിങ്ങളൊരു തീരുമാനം പറയാതിരുന്ന ബുദ്ധിമുട്ടാ. തമ്പിയും ചെറിയാച്ചനും പറ്റുമെങ്കിൽ നടത്തട്ടെ. ഞാൻ ഇനിയും ട്രൂപ്പുമായിട്ട് സഹകരിച്ചാൽ സുമിത്രയുമായിട്ട് സഹകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. താനില്ലെങ്കിൽ ഞാനുമില്ല. പരിവളം പറഞ്ഞ സത്യമാണോ? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? സാറിന്റെ മിസ്സസിനോട് ജയമോഹൻ വിശദമായിട്ട് സംസാരിച്ചു. സാറിന് വീട്ടിൽ കയറ്റാൻ അവർ സമ്മതിക്കുകയും ചെയ്തു. വിളിച്ച് വീട്ടിൽ കയറ്റിട്ട് പീഡിപ്പിക്കാനുള്ള ഒരു അടവല്ലേ ഇത്? അയ്യോ അതല്ലെന്ന്. ഇപ്പൊ തന്നെ ഒരു അറ്റാക്ക് വന്ന മനുഷ്യനായതുകൊണ്ട് മകൻ പോയ വിഷമവും വീട്ടിൽ കയറാൻ പറ്റാത്തതിന്റെ പ്രയാസവും ഒക്കെ ചേർന്ന് രണ്ടാമതൊരു അറ്റാക്കിന് കൂടി സ്കോപ്പ് ഉണ്ടെന്ന് ജയമോഹൻ പറഞ്ഞു. അപ്പോഴാ സാറിന്റെ മിസ്സസ് സമ്മതിച്ചത്. ആന്റി കണ്ണുറക്കേ വരുന്നുണ്ട്. നടക്കുന്നേ ധൈര്യമായിട്ട് മാറൂ. പറഞ്ഞൊന്നും മറക്കരുത്. ഇതൊരു 2ാം ജീവിതത്തിന്റെ തുടക്കമാണെന്ന് കരുതിയാൽ മതി. ഇനി വലത് കാല് വെച്ച് കേറാം. കേറിയാട്ടെ. കേറി ചെല്ലടോ. പോടോ. നീ വന്നേ. എന്താ അത്? വാ. നീ വന്നേ. നിന്റെ ചേട്ടൻ അടിച്ചോണ്ട് പോയ നടിക്ക് പകരം പാടുപെട്ട് തപ്പിയെടുത്ത നടിയാ. 10-30 പേരുടെ ചോറ. അത് നീയായിട്ടിന് മുട്ടിക്കല്ലേ. ക്യാമ്പിന്റെ പരിസരത്ത് കിടന്ന് കറങ്ങാതെ സ്ഥലം വിട്. പോട്ടെ. ഈടെയായിട്ട് നിങ്ങൾ കുറച്ച് കൂടുതലാ. നാടകം തുടങ്ങിയതേ വെള്ളമടിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. താൻ പോയി നാടകം പഠിക്കണോ തമ്പി? ഒന്നുകൂടെ ഒഴിക്കടാ കുറ്റാനം കട്ടികൃഷ്ണ. ജയന്തി ഒരു കൊടുങ്കാറ്റ് പോലെ നിത്യ. അച്ഛൻ നമ്പൂതിരി ഇവിടെ ഇല്ല. ആനക്കാരന് കുറച്ച് ഏറനുണ്ട് കുറുമ്പ്. ഈ ത്രിസന്ധ്യ നേരത്ത് തോട്ടിയും തൂക്കി പൂമുഖത്തേക്ക് വരാൻ അച്യുതൻ നായർക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇനി കുട്ടി പറയൂ. ആനക്കാരൻ അച്ചു വന്നാലും ഞാൻ ആ തോട്ടിങ്ങോട്ട് തരൂ.
നിക്കുക. അച്ഛൻ നമ്പൂതിരി ഇവിടെ ഇല്ല. അച്ഛൻ നമ്പൂരി ഇവിടെ ഇല്ല. ആനക്കാരന് കുറച്ച് ഏറനുണ്ട് കുറുമ്പ്. ആനക്കാരന് കുറച്ച് ഏറനുണ്ട് കുറുമ്പ്. ഈ ത്രിസന്ധ്യ നേരത്ത് തോട്ടിയും തൂക്കി പൂമുഖത്തേക്ക് വരാൻ ഈ ത്രിസന്ധ്യ നേരത്ത് തോട്ടിയും തൂക്കി പൂമുഖത്തേക്ക് വരാൻ അച്യുതൻ നായർക്ക് എങ്ങനെ ധൈര്യം വന്നു? അച്യുതൻ നായർക്ക് എങ്ങനെ ധൈര്യം വന്നു? ആനക്കാരൻ തോട്ടിയും കൊണ്ടല്ല അത് തൂമ്പിയും കൊണ്ട് വരാൻ ഒക്കോ കുഞ്ഞെ? മര്യാദയ്ക്ക് ഇറങ്ങി പോകാനാ പറഞ്ഞത്. അല്ലെങ്കിൽ മറ്റേ കണ്ണത്തോടെ നീ മേടിക്കും. അവിടെ അല്ലടോ ഇവിടെ. ശബ്ദമാണല്ലോ